ആത്മപരിത്യാഗത്തിന്റെ ഒരു 13 ജീവിതവുമായി ബന്ധപ്പെട്ട്, അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു 13 കാര്യങ്ങൾ. ഒന്നാമതായി, നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ഇത് 13 അവകാശങ്ങളാണ്. ഈ 13 അവകാശങ്ങളെ നമ്മൾ പരിത്യജിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി, പ്രതികാരം ചെയ്യാനുള്ള അവകാശം നമ്മൾ ഉപേക്ഷിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ഏതവകാശമാണ് ഉപേക്ഷിക്കുന്നത്? എന്താണെന്ന് അച്ഛൻ വചനം വായിച്ചതിന് ശേഷം പറഞ്ഞു തരാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങൾ വായിക്കാം. ഓർക്കെ വായിച്ചോ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്. നിന്റെ പ്രിയപ്പെട്ടവരെ, 6 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന 7 മാസമൊക്കെ ആയി. അവള് ഈ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ അമ്മായിയമ്മ എനിക്ക് കഞ്ഞിവെള്ളം എടുത്തു തരയില്ലെന്ന്. അമ്മായിയമ്മ കഞ്ഞിവെള്ളം എനിക്ക് എടുത്ത്, അതായത് ഒന്നും എടുത്തു തരില്ല. ഒരു കാര്യത്തിന്, ഞാൻ ഈ പ്രഗ്നൻസി പീരീഡിലാണ്, എനിക്ക് വൊമിറ്റിങ് ഇപ്പോഴും പ്രയാസമുണ്ട്, വളരെ ഭയങ്കര ഗ്യാസാണ്, അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ഒരു കാര്യത്തിന്, ഒരു മുട്ടു സൂചിക്ക് സഹായം ചെയ്തു തരാൻ. അപ്പൊ അച്ഛൻ ഈ അമ്മായിയമ്മനോട് ചോദിച്ചു, ചേച്ചിക്ക് ഒന്ന് സഹായിച്ചൂടെ? എന്റെ പട്ടി സഹായിക്കും. അവള് അതിന് അറിയട്ടെ, നമ്മുടെ വില എന്താണെന്ന് അവള് അറിയട്ടെ. ഇത്രയും നാൾ അവള് തുള്ളിച്ചാടി നടന്നപ്പോ, പ്രഗ്നന്റ് ആവണേല് മുമ്പേ, നിങ്ങൾ ഇപ്പൊ ആരുടെ ഭാഗത്താണ്? നിങ്ങൾ ഏത് പാർട്ടിയിലാണ് ഇപ്പൊ? സംശയമുണ്ടല്ലേ? ആരുടെ അവൾ അറിയട്ടെ. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയില്ലേ, പ്രതികാരം ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? അവകാശം